ഹലോ, അപ്പം ഞാനൊന്ന് ചെറിയൊരു ഷോപ്പിംഗ് വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. മെറ്റീരിയൽ കൂടുതലും ബൾക്കായിട്ട് എടുത്തുകൊണ്ടിട്ട് അതിൻ്റെ ഒന്നും വീഡിയോസ് കൂടുതൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇത് നമ്മുടെ പരാഗിൻ്റെ ഹോൾസെയിൽ സെക്ഷനാണ്. ബ്രോഡ്വേ തന്നെയുള്ള ഹോൾസെയിൽ ഷോപ്പായ പാരാമൗണ്ടിൽ നിന്നും കൂടിയൊക്കെ മെറ്റീരിയൽ എടുത്തായിരുന്നു കേട്ടോ. പക്ഷെ നമുക്കവിടെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റൂലേ. തുണിത്തരങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനമാണ് നമ്മുടെ സ്റ്റിച്ചിങ് മെറ്റീരിയൽസ് ഒക്കെ എടുക്കാനായിട്ട് നമ്മുടെ സ്ഥിരം കടയായിട്ടുള്ള ന്യൂ സൂര്യ ലൈറ്റ്സ് ഹൗസിൽ കയറിയത്. അങ്ങനെ ഓരോന്ന് എടുത്തേണ്ടിരിക്കണതിനിടക്കാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ വന്ന് പരിചയപ്പെട്ടത് കേട്ടോ. കൂട്ടത്തിൽ ഇവർ 4 പേരും പുതുതായിട്ട് അവർ തുടങ്ങുന്ന സ്റ്റിച്ചിങ് യൂണിറ്റിലേക്ക് മെറ്റീരിയൽസ് ഒക്കെ എടുക്കാനായിട്ട് മലപ്പുറത്ത് നിന്ന് എത്തിയതായിരുന്നേ. അടുത്ത മാസമാണ് അവരുടെ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ എല്ലാവർക്കും മെഷീൻ എംബ്രോയിഡറി കുറിച്ചായിരുന്നു കൂടുതൽ അറിയേണ്ടിയിരുന്നത് ചേട്ടാ. പിന്നെ എല്ലാവർക്കും പഠിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് എന്നോട് കോൺടാക്ട് നമ്പറൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴേക്കുമാണ് ചച്ചന് ക്രോഷ്യ വർക്ക് പഠിക്കണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ നൂലും സൂചിയും കൂടിയൊക്കെ വാങ്ങിച്ചിട്ടാണ്. പിന്നെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ സാധനങ്ങളും കൂടിയൊക്കെ കണ്ടപ്പോഴേക്കും നമുക്ക് ആവശ്യമില്ലെങ്കിലും കണ്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നിയപ്പോൾ ഞാൻ എല്ലാം കൂടി അതുമൊക്കെ ഒന്ന് എടുത്ത് നോക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിച്ച സ്റ്റിച്ചിങ് മെറ്റീരിയൽസിൻ്റെ റേറ്റ് കൂടിയൊക്കെ പറഞ്ഞു തരാം കേട്ടോ. ഈ ഒരു സിൽക്കി ത്രെഡിന് ഒരു പീസിന് 15 രൂപയും നമ്മുടെ നോർമൽ സ്റ്റിച്ചിങ് ത്രെഡിന് ഈ ഒരു വലിയ പീസിന് 14 രൂപയാണ് വരണത്. പിന്നെ കിങ്സിൻ്റെ ഈ ഒരു സൂചി ഒരു പാക്കറ്റ് 30 രൂപയാണ്. അപ്പോൾ നമ്മുടെ പവർ മിഷ്യത്തിൽ ബോബിൻ ചുറ്റിയെടുക്കാനുള്ള ഒരു വാഷർ ഒരു പാക്കറ്റ് വരണത് 150 രൂപയാട്ടോ. അത് 10 പീസാണ് ആ ഒരു പാക്കറ്റിൽ ഉണ്ടാവണത്. ഫ്യൂസിൻ ടെപ്പിൻ്റെ ഈ ഒരു റോൾ 20 രൂപയാട്ടോ വന്നത്. ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങിച്ചു നോക്കണത്. അതേപോലെ നമ്മുടെ നോർമൽ ഹെമ്മിങ് ചെയ്യാനുള്ളൊരു സൂചി 9-ാം നമ്പർ സൂചിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊരു പാക്കറ്റിന് 10 രൂപയാണ് വരണത്. ഈ ഒരു ത്രെഡ് കട്ടറിന് 30 രൂപയാണെന്ന് തോന്നുന്നത്. അതേപോലെ ഫെവിക്രൈലിൻ്റെ ഈ ഒരു ഗ്ലൂവിന് 35ഉം B7000ന് 40 രൂപയാണ് ആയത്. എംബ്രോയിഡറിയുടെ 2 മെഷീൻ ഇപ്പോൾ വർക്കിംഗ് ആയതുകൊണ്ടിട്ട് തന്നെ അതിൻ്റെ ബോബിൻ ഞാൻ ഈ ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അതിൽ 20 പീസിൽ വരുന്ന ഈ ഒരു പാക്കറ്റിന് 75 രൂപയാട്ടോ വരണത്. അതേപോലെ തന്നെ സ്വീക്കൻസിനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്കറ്റിന് 75 രൂപയാണ് ആയത്. വൈഡായിട്ടുള്ള ഡ്രസ്സൊക്കെ യൂസ് ചെയ്യുമ്പോഴൊക്കെ ഒട്ടിച്ചു കൊടുക്കണ ഈ ഒരു ടേപ്പ് കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ഇതൊരു പാക്കറ്റിന് 30 രൂപയാട്ടോ വരണത്. പിന്നെ ഈ ഒരു ഗോൾഡൻ കളറിലെ ലേസ് വീതി കുറഞ്ഞ ലേസായിരുന്നു. അതിന് ഒരു 45 മീറ്ററിൽ വരുന്ന ഈ ഒരു റോളിന് 110 രൂപയാട്ടായത്. ക്രോഷ്യ സെറ്റിൻ്റെ 6 പീസ് വരുന്ന ഈ ഒരു പാക്കറ്റിന് 35 രൂപയും. സൂചിയുടെ സൈസൊന്നും കറക്റ്റ് അറിയില്ലായിരുന്നു. എങ്കിൽ ഈ ഒരു സൂചിക്ക് ഒരെണ്ണത്തിന് 50 രൂപ വെച്ചിട്ടും ആയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇലാസ്റ്റിക്കിനാണെന്നുണ്ടെങ്കിൽ ഒരു പാക്കറ്റിന് 210 രൂപ വെച്ചിട്ടും 10 മീറ്ററിൽ വരുന്ന പേപ്പർ സ്റ്റിഫിന് 180 രൂപയാണ് ആയത്.